സത്യം പറഞ്ഞ നമ്മള് അറിയണ തന്നെ ചാനലിന്റെ കുട്ടികളെ വിളിച്ച് പറഞ്ഞിട്ടാണ്. വീട്ടിൽ ടി വി ഇല്ലാത്ത കാരണം ഞാൻ അറിയില്ല. അപ്പൊ അവര് വിളിച്ച് പറഞ്ഞിട്ടാണ് ഇത് അറിയണപ്പോ തന്നെ ഇത്രയും വലിയൊരു ക്രിമിനൽ ജയിൽ ജോലി എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമല്ലല്ലോ ഇപ്പൊ ഇത്. അപ്പൊ ആകെ ഒണ്ടം വിട്ട പോലെ ആയിപ്പോയി. അപ്പൊ ഇങ്ങനെ എനിക്ക് ജയിലിൽ ചാടാൻ ഒരാളുടെ സഹായം ഇല്ലാത്തവരത് ചെയ്യോ? അതാണ് ഇതിന്റെ മെയിൻ ചോദ്യം. അവിടെയാണ് കിടക്കുന്നത്. അവര് ജയിലിൽ ചാടത്തില്ലെങ്കിൽ ഇതൊരാൾ സഹായിക്കാത്ത ഒരിക്കലും ഇവർക്ക് കഴിയില്ല. ഇത്രയും വലിയൊരു കണ്ണൂർ ജയിലെന്ന് പറഞ്ഞ നിസ്സാരമൊന്നുമല്ല. അപ്പൊ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, ആരെങ്കിലും ഇവരുടെ പിന്നിൽ ഉണ്ടാവും തന്നെയാണ് എന്റെ വിശ്വാസം. ഞാനതിനെ വിശ്വസിക്കുന്നത്. 15 കൊല്ലായി കുട്ടി പോയിട്ട്. കൊല്ലം കൊണ്ട് 15 കൊല്ലായി. കൊല്ലം കഴിയുമ്പോ 14 കൊല്ലാണ്. അവൾക്ക് സംഭവിച്ച കൊല്ലം നോക്കിയാൽ 15 കൊല്ലവും 6 മാസമായി. അപ്പൊ ഇത്രയും കാലം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ് ഈ ഗോവിന്ദന്റെ മരണം. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു വാക്കാണ്, ഈ 15 കൊല്ലമായിട്ട് ഞാൻ അനുഭവിക്കുന്നത് കുഞ്ഞി ഒരു അമ്മ ഇവിടെ ഉണ്ടാവരുതെന്ന്. പക്ഷെ ഇവൻ ജയിലിൽ ചാടിയെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ആദ്യം വന്നത് അതാണ്. ഈശ്വരൻ, ഇനി എത്ര ദുരന്തങ്ങളും നമ്മൾ കാണേണ്ടി വരും എന്ന്. അതെല്ലാം വലിയൊരു വിഷയം തന്നെയാണ്. എന്തായാലും അവനെ പിടിക്കപ്പെട്ടു. അപ്പൊ അതിലും വലിയൊരു ആശ്വാസമായ ഒരു വാക്കാണ്. ഇനി ഒരിക്കലും ഇവൻ പുറം ലോകം കാണാൻ ശേഷമാവരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 14 വർഷമായി ജയിലഴികളിൽ ഉള്ളിൽ കിടന്നിട്ടും ഈ ഗോവിന്ദചാമയ്ക്ക് യാതൊരു തരത്തിലുള്ള ഒരു പശ്ചാത്താപവും ഉണ്ടായിട്ടില്ല എന്നാണ് അയാളുടെ ഇന്നത്തെ ഏറ്റുപറച്ചിലിൽ നിന്ന് വ്യക്തമാവുന്നത്. ഗുരുവായൂരിലെത്തി അവിടെ നിന്നും ആരിൽ നിന്നെങ്കിലും പണം പിടിച്ചു പറിച്ചുകൊണ്ട് രക്ഷപ്പെടുക എന്നതായിരുന്നു പുള്ളിയുടെ പ്ലാൻ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? എന്റെ മകളെ ഇങ്ങനെ ചെയ്താൽ ഗുരുവായൂരപ്പൻ കൂട്ട് നിൽക്കില്ല. ഗുരുവായൂരപ്പനോട് ദിവസം കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാന്. ഇവന്റെ മരണം അപ്പൊ ആ ഭഗവാൻ അങ്ങനെ ചെയ്യുവോ? ഇല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതാണല്ലോ നേരത്തെ കാലത്ത് ആരാണെന്ന് എനിക്കറിയില്ല ആ വ്യക്തി. പക്ഷെ ആ ആൾക്ക് ഇങ്ങനെ ഒരു ഗോവിന്ദസ്വാമിയാണ് പോണതെന്ന് തോന്നിയത്. രാവിലെ ആ ചാനലിൽ അതിനോട് സംസാരം ഇതിനൊക്കെ അവൻ ജയിലിലായിരുന്നുള്ള വർത്താനം കേട്ട കാരണം കൊണ്ടല്ല അയാൾക്ക് ആ മനസ്സിൽ തോന്നിയത് ഗോവിന്ദസ്വാമിയാണ് പോണെന്നുള്ളത്. അതാണ്. അത് ഗുരുവായൂരപ്പന്റെ ഇതിൽ ആ ആൾ വന്നതാണെങ്കിലും അവന് ഒരിക്കലും അങ്ങനെ നടക്കില്ല. അവൻ ഒരിക്കലും ഇനി പുറലോകം കാണില്ല. ഇവന് ആരെല്ലാണ് ഇവൻ ജയിലിൽ ചാടാൻ ആരെല്ലാം കൂട്ടുനിന്നത് അതിനി കണ്ടെത്തേണ്ട ആവശ്യമാണ്. ഇവൻ ഒറ്റയ്ക്ക് എന്തായാലും ഈ ക്രിമിനൽ ബുദ്ധി ചെയ്യില്ല. അപ്പൊ ഇതിനാരെങ്കിലും ഒരാൾ സപ്പോർട്ട് ഇല്ലാതെ അത് ഒരിക്കലും നടക്കൂല. അപ്പൊ സാധാരണ ഒരു ജയിലല്ലല്ലോ, ഇത്രയും വലിയൊരു ജയില്. എത്ര പോലീസുകാരുണ്ട് അവിടെ, എത്ര ഇവരെ നോക്കാനുള്ള പോലീസുകാർ എത്ര പേരുണ്ട്. അവരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് ഇവൻ ചാടണമെങ്കിൽ അത് ഇവന്റെ പിന്നിലുള്ള ആൾ തിരിയൊന്നുമല്ലല്ലോ. അത് കാരണം കൊണ്ടല്ലേ ഇവനിങ്ങനെ ചാടാൻ പറ്റിയത്. അത് കണ്ടെത്തിയേ മതിയാവുള്ളൂ. അതെന്തിങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ജയില് കാര്യാലും ഇതിന് പോവാൻ പറ്റില്ല. കാരണം ഈ കണ്ണൂർ നാട്ടിലെ ജനങ്ങൾക്ക് ഇന്നും സൗമ്യ എന്ന് പറഞ്ഞ കുട്ടി മനസ്സിൽ പതിയിരിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഈ ഗോവിന്ദസ്വാമിനെ അവര് മറക്കൂ? ഒരിക്കലും മറക്കില്ല. അത് കാരണം കൊണ്ടാണ് ഈ ഗോവിന്ദസ്വാമിന് എത്ര പെട്ടെന്ന് അയാൾക്ക് മനസ്സിലായത്. അത് കാരണം കൊണ്ടാണ് അയാൾ വിളിച്ചത്. അവന് ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും അവന് രക്ഷപ്പെടാൻ പറ്റില്ല. അവന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല. ഇനി അവനൊരു കാലത്ത് പുറലോകം കാണുകയും ചെയ്യരുത്. അതിനുള്ളതാണ് ഇങ്ങനത്തെ പ്രധാനമുള്ള ശ്രമം. അതെന്തായാലും ശ്രമിച്ചേ പറ്റുള്ളല്ലോ. അവനൊരിക്കലും പുറലോകം കാണരുത്. അത് വരരുത്. അതാണ് ആവശ്യം. ശരി അമ്മ, വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.